ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത് പോളിപ്ലോയിഡി ആയിരുന്നു. എങ്ങനെയാണ് പ്ലാന്റ്സിൽ പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യുക ബൈ യൂസിങ് കോൾച്ചിസിൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 2 ടൈപ്പ് പോളിപ്ലോയിഡി ഉണ്ടായിരുന്നു, ഓട്ടോ പോളിപ്ലോയിഡിയും അതുപോലെ യെല്ലോ പോളിപ്ലോയിഡിയും. ഇതിൽ ഓട്ടോ പോളിപ്ലോയിഡി നമ്മൾ പറഞ്ഞു. യെല്ലോ പോളിപ്ലോയിഡി എന്തായിരുന്നു? അതായത് ഒരു പോളിപ്ലോയിഡ് കണ്ടീഷൻ ഫോം ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ജീൻസ് കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് യെല്ലോ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ ശരിക്കും 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ് 2 different species are hybridized to produce highly sterile F1 progeny. ഇവിടെ നോക്കൂ, ട്രിറ്റിക്കം ടേർജിഡം 4x ആണ്. ഇവർ നമ്മുടെ കോമൺ വീറ്റിനെയാണ് പറയുന്നത്. ദെൻ സെക്കേൽ സെറിയൽ റാഗിയാണ് 2x. ഈ ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തു. ഡിസ്റ്റൻറ്റ് ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ? അങ്ങനെ ഉണ്ടായ F1 പ്രോജനി 6x ആണ്. ആൻഡ് ദേ ആർ ഹൈലി സ്റ്റെറൈലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് സ്റ്റെപ്പിൽ ദ ക്രോമസോം നമ്പർ ഓഫ് ദി F1 ഹൈബ്രിഡ് ഈസ് ഡബിൾഡ് ബൈ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കോൾച്ചിസിൻ കൊടുക്കും, ഒന്നെങ്കിൽ സീഡിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടിപ്പിൽ കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? F1 പ്രോജനിയുടെ ക്രോമസോം ഡബിൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ 12x ക്രോമസോം ആയിട്ട് മാറും. അതാണ് ട്രിറ്റിക്കേൽ. ഓക്കെ, ദീസ് പ്രൊഡ്യൂസസ് യെല്ലോ പോളിപ്ലോയിഡ്സ്. ഓക്കെ, they may be partially fertile and they form new species. ഇനി നാച്ചുറലി യെല്ലോ പോളിപ്ലോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വീറ്റിൻ്റെ ഒക്കെ കേസിൽ, അതുപോലെ ഓട്സ്, ടൊബാക്കോ ഇവരുടെയൊക്കെ കേസിൽ 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ നടക്കാറുണ്ട്. അവരാണ് യെല്ലോ പോളിപ്ലോയിഡ്സ് എന്ന് പറയുന്നത്. ട്രിറ്റിക്കേൽ എന്ന് പറയുന്നത് it is an artificially produced high yielding yellow polyploid crop and it is produced by the hybridization between Triticum turgidum and Secale cereal. Okay, ഇനി നമ്മൾ ഇവയുടെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിലുള്ള ഈ ഓട്ടോ പോളിപ്ലോയിഡി അല്ലെങ്കിൽ യെല്ലോ പോളിപ്ലോയിഡിയുടെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബോത്ത് ട്രിപ്ലോയിഡ്സ് ആൻഡ് ടെട്രോപ്ലോയിഡ്സ് ആർ യൂസ്ഡ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മളിങ്ങനെ പ്ലാന്റ്സിൻ്റെ ഓട്ടോ പോളിപ്ലോയിഡ് അല്ലെങ്കിൽ യെല്ലോ പോളിപ്ലോയിഡിനെ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഹൗവർ ദെയർ ആപ്ലിക്കേഷൻസ് ആർ ലിമിറ്റഡ് ടു എ ഫ്യൂ സ്പീഷീസ് ഓൺലി. എല്ലാ സ്പീഷീസിലും ഒന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓട്സ്, വീറ്റ്, പാഡി ഇതുപോലുള്ളതിൽ ഒക്കെയാണ് ഈ പോളിപ്ലോയിഡ്സിനെ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ഓട്ടോ ട്രിപ്ലോയിഡ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഇൻ ഷുഗർ ബീറ്റ്സ് ആൻഡ് വാട്ടർമെലൺ. വാട്ടർമെലണിലും ഷുഗർ ബീറ്റ്സിലും ട്രിപ്ലോയിഡ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രിപ്ലോയിഡ് ഷുഗർ ബീറ്റ്സ് ഹാവ് ലാർജർ റൂട്ട്സ് ആൻഡ് ഹയർ ഷുഗർ കണ്ടൻറ്റ് ദാൻ ഡിപ്ലോയിഡ്. ഓക്കെ, നമുക്കറിയാം അവയുടെ റൂട്ട് സിസ്റ്റത്തിലാണ് നമ്മുടെ ട്യൂബർ ഉണ്ടാകുന്നത്. അത് ഹൈ ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതിലാണ്. ദെൻ വാട്ടർമെലണിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം വാട്ടർമെലണിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട് അതിൻ്റെ സീഡാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കൊടുക്കണം അതിൻ്റെ സീഡ്സ്. സോ ട്രിപ്ലോയിഡ് വാട്ടർമെലൺസ് ആർ സീഡ്ലെസ് ഓർ ഹാവ് rudimentary and soft seeds. The triploid plants are produced by hybridizing a tetraploid female with a diploid male parent. ഒരു 4x ഫീമെയിലും അതുപോലെ ഡിപ്ലോയിഡ് മെയിലിനെയും ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ഉണ്ടാക്കുന്നത്. ദെൻ ഇവർക്ക് 4 പ്രിൻസിപ്പിളാണുള്ളത് യെല്ലോ പോളിപ്ലോയിഡിക്ക്. അതെന്തൊക്കെയാണ്? അതായത് 2 സ്പീഷീസിനെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുകയാണ്. ഇൻ ട്രേസിങ് ദി ഒറിജിൻ ഓഫ് നാച്ചുറൽ യെല്ലോ പോളിപ്ലോയിഡ്സ്. ദെൻ ഇൻ പ്രൊഡ്യൂസിങ് ന്യൂ സ്പീഷീസ്, ഒരു പുതിയ സ്പീഷീസ്. ഇപ്പോൾ റഫാനോബ്രാസിക്ക അല്ലെങ്കിൽ ട്രിറ്റിക്കേൽ എന്നൊക്കെ പറയുന്നത് പുതിയ സ്പീഷീസാണ്. ദെൻ ഇൻ്റർ സ്പെസിഫിക് ജീൻ ട്രാൻസ്ഫർ, ഒരു സ്പീഷീസിൽ നിന്ന് വേറെ സ്പീഷീസിലോട്ടേക്ക് ജീൻ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ദെൻ ഇൻ ഫോമിങ് എ ബ്രിഡ്ജിങ് സ്പീഷീസ്, അതായത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് 2 സ്പീഷീസിനെ ബ്രിഡ്ജ് ചെയ്യിക്കുന്ന സ്പീഷീസിനെ ഫോം ചെയ്യാം. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ദെൻ ഇവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? ഓട്ടോ പോളിപ്ലോയിഡി ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ.
It is generally useful in those crop species which propagate asexually. അതായത് നമുക്കറിയാം സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ് ഫോമിങ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ഒരു ഓട്ടോപോളിപ്ലോയിഡ് ഫെർട്ടിലിറ്റി സ്റ്റെറൈലായിട്ടുള്ള സീഡ്സ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസസും ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഫുൾ ഇൻ ദോസ് ക്രോപ്പ് സ്പീഷീസ് വിച്ച് പ്രൊപ്പഗേറ്റ് അസെക്ഷലി. എക്സാമ്പിളാണ് ബനാന, പൊട്ടാറ്റോ, ഷുഗർ കെയിൻ, ഗ്രേപ്സ് എക്സെട്ര. Then the maintenance of monoploids and triploids is not possible in case of sexually propagating crop species. Then third one, in bi or multi-species polyploids, characters are contributed by each of the parental species. അതായത് നമ്മൾ പറഞ്ഞു അവരുടെ പ്രോജനിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ആയിരിക്കും. These characters may be sometime undesirable as in the case of Raphanobrassica. Raphanobrassicയിൽ എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് റഫാനസ്, അതായത് റാഡിഷിൻ്റെ റൂട്ട് സിസ്റ്റവും ദെൻ ക്യാബേജിൻ്റെ ലീഫ് സിസ്റ്റവും ഉള്ള ഒരു പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കണം എന്നാണ്. ബട്ട് ഇൻ ടേൺ ഉണ്ടായി വന്നത് എന്താണ്? റാഡിഷിൻ്റെ ലീഫ് സിസ്റ്റവും അതുപോലെ ക്യാബേജിൻ്റെ റൂട്ട് സിസ്റ്റവുമായിട്ടുള്ള ഒരു അൺഡിസൈറബിൾ പ്ലാന്റ് ആണ്. സോ ഇങ്ങനെയുള്ള അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ മിക്സ് ചെയ്യുന്നത്. Then fourth one, induced polyploid have several defects such as low fertility, genetic instability, low growth rate, low maturity, etc. Then fifth one, chances of developing new species through allopolyploidy is extremely low. So ഇത്രയ്ക്കുമാണ് ലിമിറ്റേഷൻസ് പറയുന്നത് allopolyploidyയുടെ.